ഒരു വട്ടം ആലോചിച്ചിട്ടില്ല നമ്മുടെ നേതാക്കന്മാർ. അവർ തീരുമാനിച്ചു ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആകണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന ഉണ്ടാകണം. ഇന്ത്യയിലെ പൗരന്മാർക്ക് പരമാധികാരം നൽകുന്ന അവരുടെ അവകാശങ്ങളെ പരിപൂർണമായും സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണഘടന. ലോകത്തിലെ പല ഭരണഘടനകളും എടുത്ത് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഭരണഘടന അഭിമാനപൂർവ്വം പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാനായ അംബേദ്കർജിയും ഈ നാട് നൽകിയ ഭരണഘടന ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു ഭരണഘടനയാണ്. നമ്മൾ ഭരിക്കുമ്പോൾ ആ ഭരണഘടനയിൽ ഊന്നിയുന്നുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ ഭരണഘടന ഏറ്റവും തീവ്രമായ അക്രമത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ഭരണഘടനാ തത്വങ്ങൾ പാലിക്കപ്പെടുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള ഏജൻസികൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ, സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. ഈ നാട്ടിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളായാലും വ്യക്തികളായാലും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം, അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അവർക്ക് നിലപാടുകൾ തുറന്നു പറയാനുള്ള അവകാശം അതിന്ന് ഈ രാജ്യത്തില്ല. സ്വതന്ത്രമായ നിലപാടില്ല എന്ന് മാത്രമല്ല, നിലപാടെടുക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവരെ വളഞ്ഞു പിടിച്ചാക്രമിച്ച് ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ED, അതൊരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. രാജ്യത്തിൽ സമ്പദ്ഘടനയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരായി നിയമം നിർമ്മിക്കുക, അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെട്ട ഏജൻസിയാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഇന്ന് BJPയും മോഡിയും അവരുടെ പാർട്ടി ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റി അധപ്പതിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഈ രാജ്യത്ത് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ എടുത്തു നോക്കണം, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 193 കേസുകളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. 10 വർഷക്കാലത്തിനിടയിൽ 193 കേസുകൾ. ഈ 193 കേസിൽ 2 എണ്ണത്തിൽ മാത്രമാണ് അവർക്ക് കാതലായ തെളിവുണ്ടെന്ന് കണ്ട് ശിക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1%, 100 കേസുകൾ ഉണ്ടാകുമ്പോൾ 1 കേസാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കി 99 കേസുകളും രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ്. CBI അങ്ങനെ തന്നെയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി അതാണ്. എന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ പോലും, നാട്ടിൽ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ നാട്ടിലെ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത വണ്ണമുള്ള സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്ന കമ്മീഷനായി മാറ്റപ്പെടുകയാണ്. ഇത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസ് പറഞ്ഞത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യഘടകങ്ങളായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പോലും അതിഭീകരമായ കൃത്രിമങ്ങൾ, അഡീഷൻ ആൻഡ് ഡിലീഷൻസ് ചോദ്യം ചെയ്താൽ നടപടിയില്ല. അപ്പൊ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന, ഭരണഘടന പ്രദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളെയും തകർക്കാൻ ഭരണഘടനയിലൂടെ വന്ന ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് കാണാൻ കഴിയുന്നത്. ബെൽഗാവി സമ്മേളനം ആ പ്രമേയമാണ് അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധി കൊണ്ടുവന്ന ഇന്ത്യ രാജ്യം, ആ മഹത്തരമായ ജനാധിപത്യ രാജ്യം അതിതീവ്രമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭരണഘടനയും നമ്മുടെ പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് ജനങ്ങളെ വിഭജിക്കാൻ എങ്ങനെ പറ്റും, അതിനുള്ള ഗവേഷണം ഓരോ ദിവസവും പുതിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഗവേഷണങ്ങൾ നിസ്സാരമല്ല.
ഞാൻ നേരത്തെ പറഞ്ഞു, ഏജൻസികൾ ഇതേപോലെ തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിനെയും നിയമം നിർമ്മിക്കേണ്ട പാർലമെന്റ്